Hi friends, it's Nirmal from Nandanam Exotics and ഇന്ന് നമ്മൾ Calathea Loeseneri എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇതിൻ്റെ കെയർ ടിപ്സ് ഞാൻ പറയുന്നുണ്ട്, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, പതിവ് പോലെ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ പുതിയതായിട്ടാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കലാത്തിയ ലോയിസ്നേരി ഓർ ബ്രസീലിയൻ കലാത്തിയ എന്ന് വിളിക്കുന്ന ഈ ചെടിയെക്കുറിച്ചാണ്. മറാന്തേസിയ എന്ന സസ്യകുടുംബത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇവ സാധാരണയായി ബ്രസീൽ, പെറു, കൊളംബിയ, ബൊളീവിയ എന്നീ രാജ്യങ്ങളിലൊക്കെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നനവും ഈർപ്പവും ട്രോപ്പിക്കലായിട്ടുള്ള ഒരു കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. സാധാരണയായി കലാത്തിയ പ്ലാന്റുകൾ നമ്മൾ ഇലച്ചെടികളായിട്ടും അല്ലെങ്കിൽ ഇലയുടെ ഭംഗിക്ക് വേണ്ടിയാണ് വളർത്താറുള്ളത്. പക്ഷേ ഈ സ്പീഷീസിൻ്റെ പൂക്കളും വളരെ ഭംഗിയുള്ളതാണ്. ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഓർക്കിഡ് വളർത്തുന്നത് അതിൻ്റെ ഭംഗി മാത്രം കൊണ്ടല്ല, ആ പൂക്കൾ എത്ര ദിവസം നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ഈ ചെടിയും അതുപോലെ തന്നെയാണ്. ഒരുപാട് ദിവസം ഇതിൻ്റെ ഈ പൂ നിൽക്കും. എനിക്ക് തന്നെ കൗണ്ട് പോയി എത്ര ദിവസം ഇത് നിൽക്കുന്നുള്ളത്. നമുക്കപ്പോൾ ഇതിൻ്റെ പൂവ് ഒന്ന് അടുത്ത് കണ്ടാലോ? നമ്മൾ കാണുന്ന ആ ഒരു ഉള്ളിയുടെ കളറിലുള്ള പൂവ് ശരിക്കും ഇതിൻ്റെ പൂവല്ല, അതൊരു ഷോയി ആയിട്ടുള്ള കൂടുതൽ ഭംഗിയുള്ള ബ്രാക്റ്റാണ്. അത് നമ്മളുടെ പരാഗണം നടത്താനുള്ള ഇൻസെക്ട്സിനെ ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ല ശരിക്കും ആ ചെടിയുടെ പൂവ്. ഇപ്പം ഈ ക്ലിപ്പിൽ കാണുന്ന ചെറിയ വെള്ളയിൽ വയലറ്റ് കളറുള്ള പൂക്കളാണ് ശരിക്കും ഈ ചെടിയുടെ പൂവ്. അപ്പോൾ ഇതിൻ്റെ ഈ താഴത്തുള്ള ഈ ഓരോ തട്ടിൽ നിന്ന് ഈ പൂക്കൾ പുറത്തു വരികയും അതാണ് നമ്മളുടെ ഇൻസെക്ട്സ് വന്ന് പോളിനേറ്റ് ചെയ്ത് സീഡാവാൻ ചാൻസ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പൂ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളി ഓർമ്മ വരും. നമ്മൾ ഉള്ളി കിച്ചണിൽ അരിയുമ്പോൾ കിട്ടുന്ന ആ ഒരു കളറിൻ്റെ കോമ്പിനേഷനാണ് ഈ പൂവിന്. വെള്ളയും അരികത്ത് ആ ഒരു നല്ല പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളർ. ഈ പൂക്കൾ കളറ് കുറേശ്ശെ മങ്ങി തുടങ്ങുമെങ്കിലും ഓൾമോസ്റ്റ് ഒരു 1.5-2 മാസത്തോളം ചെടിയിലുണ്ടാവും. അത് നമ്മൾ ഓർക്കിഡ്സൊക്കെ കാണുന്ന പോലെ ഒരുപാട് ദിവസം, സത്യം പറഞ്ഞാൽ ഞാനിതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കൗണ്ട് എനിക്ക് പോയി എത്ര ദിവസം ഇത് നിൽക്കുന്നുള്ളത്. കണ്ടില്ലേ, ഇത് ആ ഗ്രോത്ത് വരുന്നതിൻ്റെ നടുക്കത്തെ പോർഷനിൽ നിന്ന് ഈ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നീണ്ട് ട്യൂലിപ്സൊക്കെ പോലെ മുകളിലേക്ക് പൊങ്ങി വരും. ഓൾമോസ്റ്റ് ഒരു 2 അടി പൊക്കം വരും ചെടിക്ക് മൊത്തത്തിൽ. നമ്മൾ മുറ്റത്ത് നടാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പൊക്കം വരും. എല്ലാ ചെടിക്കും രാത്രി വേറൊരു ഭംഗിയാണ്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ എല്ലാ വീഡിയോസിലും രാത്രിയിലത്തെ ക്ലിപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ചെടി ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിൽ ഒരു അണ്ടർ സ്റ്റോറി പ്ലാന്റാണ്. എന്ന് വെച്ചാൽ മരങ്ങളുടെ അടിയിൽ തണലത്ത് വളരുന്ന ഒരു ചെടിയാണ്. അപ്പം അതിൻ്റെ ഇലയുടെ സൈസും അതുകൊണ്ട് തന്നെയാണ്. അത് നിൽക്കുന്ന ഏരിയയിലേക്ക് എത്രത്തോളം വെളിച്ചം റേഷൻ ചെയ്ത് താഴത്തെത്തുമോ ആ കിട്ടുന്ന വെളിച്ചം മൊത്തം ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിന് ഇത്രയും വീതി കൂടിയ ഇലകളുള്ളത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിതിനെ വളർത്തുമ്പോൾ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ ഇതിൻ്റെ ഇലയൊക്കെ ബ്ലീച്ച് ചെയ്ത് പോകും. അതുകൊണ്ട് അത്യാവശ്യം ഒരു മോർണിംഗ് സൺ അല്ലെങ്കിൽ രാവിലത്തെ ഇളം വെയിൽ കിട്ടുന്നതും ബാക്കി ദിവസം മൊത്തം ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സ്പോട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടി എല്ലാ കൊല്ലവും നന്നായിട്ട് ഇലയും പൂവും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ വെളിച്ചം കുറവാണ് എങ്കിൽ ഇലച്ചെടിയായിട്ടും പൂച്ചെടിയായിട്ടും വളർത്താൻ പറ്റിയൊരു സൂപ്പർ പ്ലാന്റാണിത്. അപ്പോൾ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഗാർഡനിൽ കഴിയുന്നതും കളക്ട് ചെയ്യാൻ നോക്കുക. നല്ല രസമാണ്. ഇതിൻ്റെ വേറെ കളേഴ്സും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഈ ചെടിയിൽ നോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയുടെ തണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പീറ്റിയോൾ. ആ പീറ്റിയോൾ മൊത്തം ഇങ്ങനെ ഒരു രോമമുണ്ട്. രോമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാര് പോലെ ഉണ്ട്. നല്ല രസമാണ് അത് തൊടാനായിട്ട്. അപ്പോൾ ഈ ഓരോ ചെടി പൂവുണ്ടായതിന് ശേഷം അതിൻ്റെ അടിയിൽ നിന്ന് 1-2 പുതിയ തൈക്കൾ മുളയ്ക്കും. ആ തൈക്കൾ നമ്മുടെ വാഴയുടെയൊക്കെ കണ്ണ് വരുന്നത് പോലെ പുതിയ ചെടിയായി വലുതായിയാണ് പിന്നെ അടുത്ത ഫ്ലവർ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പുതിയ നാമ്പ് ഒരെണ്ണെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വേറെ ചട്ടിയിൽ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഏതൊരു ചെടിക്കും സ്വതവേ പറയുന്നത് പോലെ തന്നെ ഈ ചെടിക്കും നല്ല ഡ്രെയിനേജ് അല്ലെങ്കിൽ നീർവാർച്ചയുള്ള മണ്ണ് തന്നെ വേണം. ഒരുപാട് കമ്പോസ്റ്റും മറ്റേ കരിയിലയും ചരലും മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോവുകയും അത്യാവശ്യം നനവ് നിൽക്കുകയും ചെയ്യും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പതിവായിട്ട് ഒരാഴ്ചയിൽ 3 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇടാറുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ദ ചാനൽ. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് നിർമൽ സൈനിങ് ഓഫ്.